എനിക്കതിനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അത് കഴിവില്ലാത്തതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത് എന്ന് അവ പറഞ്ഞു. അച്ഛന് എന്ത് വേണമെങ്കിൽ ഞാൻ ഇവിടെയുണ്ട്, എന്നെ തന്നെ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട, ബാബാ തിരുമനസിനോട് എന്നിട്ട് ഞാൻ പട്ടം മേക്കാൻ തയ്യാറാണ്, സമ്മതപത്രം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഈ തിരുമേനി പോയി പട്ടം ഏറ്റു വന്നിരിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. റമ്പാച്ചന്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് 1929 ഫെബ്രുവരി 16 കോട്ടയം മാർ ഏലിയ ചാപ്പലിൽ വെച്ച് പൌരസ്ത്യ കാതോലിക്ക മോറാൻമാർ ബെസേരിയൂസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ, വട്ടശ്ശേരിൽ മാർ ദീവന്നാസ്യൂസ് മലങ്കര മെത്രാപ്പൊലീത്ത, ബഥനിയുടെ മാർ ഈവാനിയൂസ് എന്നിവരുടെ സഹകരണത്തോടെ കുറിയാക്കോസ് റമ്പാനെ എപ്പിസ്കോപ്പയായി വാഴിച്ചു. പരിശുദ്ധ പരിമല തിരുമേനിയെപ്പോലെ പ്രാർത്ഥനാ മനുഷ്യനും അത്ഭുത പ്രവർത്തകനുമായിരുന്ന പാമ്പാടി കുറിയാക്കോസ് റമ്പാനെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ വടിയും ഗ്രിഗോറിയോസ് എന്ന സ്ഥാനനാമവും നൽകി തന്റെ ആത്മീയ പിൻഗാമിയായിട്ടാണ് സഭ വാഴിച്ചത്. ആ അംശവടി ഇന്നും പാമ്പാടി ദയറായിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 1934 ജൂൺ 1 അദ്ദേഹത്തെ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തി. തനിക്ക് ലഭിക്കാതെ പോയ സൌഭാഗ്യങ്ങളിലൊന്നായിരുന്നു ഉയർന്ന വിദ്യാഭ്യാസം. പാമ്പാടിയിൽ അതിനുള്ള സൌകര്യമില്ലാത്തതായിരുന്നു മുഖ്യ കാരണം. പരിശുദ്ധ പാമ്പാടി തിരുമേനി മെത്രാൻ സ്ഥാനമേറ്റ ഉടൻ തന്നെ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. തിരുമേനിക്ക് സാധാരണ വിദ്യാഭ്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. മഠത്തിൽ ആശാൻ ആണ് തിരുമേനിയുടെ ഗുരു. ആശാനെ പറ്റി തിരുമേനിക്ക് വളരെയേറെ ഭക്തിയും ആദരവും ഉണ്ടായിരുന്നു. ഈ വിദ്യാഭ്യാസത്തിൽ ആളുകൾക്ക് ഉയർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളായിരുന്നു തിരുമേനി. അതുകൊണ്ട് പാമ്പാടി MGM മിഡിൽ സ്കൂള് ആരംഭിക്കുന്ന സമയം തിരുമേനിയുടെ കുടുംബത്തിൽപ്പെട്ട കരിങ്ങനാമറ്റത്തിലെ വലിയ മാനേര് കൊച്ചുകോരച്ചേട്ടൻ എന്ന് പറയും, അദ്ദേഹം വന്ന് തിരുമേനിയോട് ഒരു സ്കൂൾ തുടങ്ങുന്ന കാര്യം ചോദിച്ചു. തിരുമേനി അതിനെല്ലാ പ്രേരണയും കൊടുത്തു. ആ വല്യപ്പനെ, കൊച്ചുകോരച്ചേട്ടന്റെ അപ്പൻ കരിങ്ങനാമറ്റത്തിലെ ഒരു വല്യപ്പനുണ്ടായിരുന്നു. അദ്ദേഹം തിരുമേനിയുടെ ഒരു സന്തത സഹചാരിയായിരുന്നു. തിരുമേനി പാമ്പാടി പള്ളിയിൽ റമ്പാച്ചനായിട്ട് താമസിക്കുന്ന സമയത്തൊക്കെ ആ വല്യപ്പൻ എപ്പോഴും കൂടെയുണ്ട്. കുടുംബത്തിലെ വല്യപ്പൻ എന്നുള്ള നിലയിൽ തിരുമേനിക്കും അദ്ദേഹത്തോട് വലിയ മതിപ്പായിരുന്നു. ആ കുടുംബത്തിന് തിരുമേനിയോടുള്ള താല്പര്യത്തെ കരുതി ഈ സ്കൂൾ തുടങ്ങുമ്പോൾ കൊച്ചുകോരച്ചേട്ടൻ MGM സ്കൂളെന്നാണ് തുടങ്ങിയത്. തിരുമേനിയുടെ പേരിൽ തന്നെ മിഡിൽ സ്കൂൾ ആരംഭിച്ചു. അതിനുശേഷം അത് ഹൈസ്കൂളായി നല്ല നിലവാരം ഉള്ള ഒരു സ്കൂളായിട്ട് മാറുവാൻ ഇടയായത് തിരുമേനിയുടെ പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. ഇന്നും ആ സ്കൂളും അതിന്റെ ചുമതലക്കാരും വീട്ടുകാരും ഒക്കെയും എല്ലാ വർഷവും സ്കൂളിന്റെ വാർഷികത്തിന് മുമ്പായിട്ട് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് കവറുകൾ കൊണ്ടുവന്ന് തീർത്ഥാടകരായിട്ട് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. തിരുമേനിയുടെ 30-ാം ദിവസം അടിയന്തരം വളരെ ആഘോഷമായിട്ട് നടത്തി. അന്നത്തെ കാലത്ത് 1001 പറയും അരി വെച്ച് വലിയ സദ്യ. അന്ന് തന്നെ തിരുമേനിയുടെ സ്വഭാവത്തിന് ചേർന്ന അഗതി മന്ദിരം MGM അഭയഭവൻ ആരംഭിച്ചു. അതിനുശേഷം ഇവിടെ ബാലഭവൻ, അത് 1985 തിരുമേനിയുടെ ജന്മശതാബ്ദി ആഘോഷിച്ചപ്പോൾ ബാലഭവൻ തുടങ്ങി അനാഥ കുട്ടികൾക്ക് വേണ്ടി. അതോടൊപ്പം തന്നെ ഇവിടെ ITC പാറിയിട്ട് മാർ ഈവാനിയൂസ് തിരുമേനിയുടെ നാമത്തിൽ ITC തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചു. പാമ്പാടി തിരുമേനിയുടെ നാമത്തിൽ KG കോളേജ് പാമ്പാടിയിൽ ആരംഭിച്ചു. എല്ലാവിധത്തിലും യൂണിവേഴ്സിറ്റിയിൽ 1-ാം സ്ഥാനത്ത് എത്തത്തക്കവണ്ണം കോളേജിന് പുരോഗതി ഉണ്ടായത് ആ തിരുമേനിയുടെ പ്രാർത്ഥന കൊണ്ടാണ്. തിരുമേനിയുടെ കബറിടത്തിന്റെ നേർക്ക് നേരെയുള്ള കിളിമല കുന്നിലാണ് KG കോളേജ് പ്രവർത്തിക്കുന്നത്. 1983 ഇവിടെ ഒരു സ്കൂള് ബാബാ തിരുമേനിയുടെ പേരിൽ സഭയുടേതായിട്ട് ആരംഭിച്ചു. അതാണ് BMM സ്കൂള്. അത് വളർന്നിന്ന് CBSE സ്കൂളായി 10,500 കുട്ടികളെ പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനമായി തീരുവാനിടയായി. ഈ അടുത്ത കാലത്ത് നമ്മൾ ആരംഭിച്ച ഒരു പുതിയ പ്രസ്ഥാനമാണ് ആശാകിരം. അവഗണിക്കപ്പെട്ട് കഴിയുന്ന എയ്ഡ്സ് രോഗികളുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തൻ സ്കൂളിൽ ആരംഭിച്ച പാമ്പാടിയുടെ ഉന്നത വിദ്യാഭ്യാസ വിപ്ലവം ഇന്നും തുടരുകയാണ്. തിരുമേനിയുടെ കാലശേഷം പൊത്തൻപുറത്തും പരിസരത്തുമായി എല്ലാ മേഖലയിലും ഉൾപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉയർന്നു വന്നു. തന്റെ ജീവിതകാലം മുഴുവൻ വിദ്യാഭ്യാസ സഹായം നൽകിയ പരിശുദ്ധ പാമ്പാടി തിരുമേനിക്ക് തന്റെ കാലശേഷവും തന്റെ സഹായഹസ്തം നീട്ടാനുള്ള ഉപാധികളാണ്. അതോടൊപ്പം തന്റെ ജീവിത വ്രതമായിരുന്ന മാനവ സേവനത്തിനുതകുന്ന സ്ഥാപനങ്ങളും ഇന്ന് പൊത്തംപുറത്ത് തല ഉയർത്തി നിൽക്കുന്നു. കോട്ടയം ഭദ്രാസനത്തിന്റെ ചുമതല ഏറ്റെടുത്ത ഗ്രിഗോറിയോസ് എപ്പിസ്കോപ്പ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചത്
പരിശുദ്ധ പാമ്പാടി തിരുമേനി എന്ന പേരിലാണ്. അദ്ദേഹം പാമ്പാടി മാർ കുര്യാക്കോസ് ദയറായുടെ പരിമിതികൾക്കുള്ളിൽ തന്നെ താമസം തുടർന്നു. ഭരണത്തെക്കാളധികം പ്രാർത്ഥനയിലും മാനവ സേവനത്തിലുമായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനിക്ക് താൽപര്യം. ജാതിമതഭേദമന്യേ എല്ലാവരെയും അദ്ദേഹം ഒരുപോലെ കണ്ടു. കുഷ്ഠരോഗികളെ പോലും അദ്ദേഹം വാരിപ്പുണർന്നു. കോട്ടയം ഇടവക മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ വിശാലമായ ഭദ്രാസന ഭരണത്തോടൊപ്പം മലങ്കര സഭയുടെ പൊതുകാര്യങ്ങളിലും പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ സജീവ സാന്നിധ്യം നിറഞ്ഞു നിന്നു. ഭൗതിക സമ്പത്തിൽ താൽപര്യമില്ലാതിരുന്ന പരിശുദ്ധ പാമ്പാടി തിരുമേനിയാണ് 1935 ആദ്യ കാതോലിക്കേറ്റ് നിധി സംഭരണത്തിന്റെ കൺവീനറായി സേവനമനുഷ്ഠിച്ചത്. ഒരിടത്തും ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് ലളിത ജീവിതവും ഉയർന്ന ചിന്തയുമുള്ള പരിശുദ്ധ പാമ്പാടി തിരുമേനിക്ക് നിർബന്ധമായിരുന്നു. തിരുമേനിക്ക് ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ പാക്ക് ചെയ്താണ് സാധാരണ പോകുന്നത്. ബെഡ്, കാപ്പക്കൂട്ടങ്ങൾ, അതുപോലെ ഉപയോഗിക്കാനുള്ള കിണ്ടികോളാമ്പികൾ, ഇതൊക്കെയും സാധാരണ കൊണ്ടുപോകുമായിരുന്നു. പെരുന്നാളിന് സാധാരണ പെരുന്നാളിന്റെ തലേ ദിവസം പോയി പിറ്റേ ദിവസം പെരുന്നാൾ ചടങ്ങ് കഴിഞ്ഞ് പോരും. എന്നാൽ കൺവെൻഷനുകളൊക്കെ ഉണ്ടെങ്കിൽ നിലയ്ക്കപ്പള്ളിയിലും അതുപോലുള്ള പള്ളികളിലൊക്കെ ഉള്ള കൺവെൻഷനിൽ ആ കാലത്ത് ഒരാഴ്ചയൊക്കെ താമസിക്കുമായിരുന്നു. അതുപോലെ സമുദായ കേസിന്റെ പണപ്പിരിവിന് യാത്ര പോയാൽ അത് ചിലപ്പം മാസങ്ങൾ വരെ നീണ്ടുപോകാറുണ്ടായി. പ്രത്യേകിച്ചിട്ടൊന്നും തിരുമേനി ഭക്ഷണത്തെ സംബന്ധിച്ച് സ്വീകരിച്ചിരുന്നില്ല. സാധാരണ ഭക്ഷണങ്ങൾ, സാധാരണ ദിവസങ്ങളാണെങ്കിൽ രാവിലെ കാപ്പിയും ചെറിയ എന്തെങ്കിലും ഭക്ഷണവും, അത് കഴിഞ്ഞാൽ 12 മണിക്ക് പള്ളിയിൽ ഉച്ചപ്രാർത്ഥന കഴിഞ്ഞ് വന്നിട്ട് ചോറും സാധാരണ കറികളും മാത്രമാണ് പ്രിയപ്പെട്ടിരുന്നത്. പ്രത്യേക ഭക്ഷണത്തെപ്പറ്റി തിരുമേനി ആഗ്രഹിച്ചിരുന്ന ആളല്ല. നോമ്പ് കാലങ്ങളിൽ ഉച്ച നമസ്കാരത്തിനും അതുപോലെ 22 നമസ്കാരം കഴിഞ്ഞിട്ടാണ് തിരുമേനി സാധാരണ എന്തെങ്കിലും വെള്ളം കുടിക്കുകയും വല്ല പുട്ടോ അതുപോലുള്ള ചെറിയ ഭക്ഷണങ്ങളെന്തെങ്കിലും അല്പം കഴിക്കുകയും ചെയ്യുന്നത്. നോമ്പ് കാലങ്ങളിൽ വൈകിട്ട് സന്ധ്യയ്ക്ക് മാത്രമേ കഞ്ഞി കുടിക്കുള്ളൂ. ജീവനും രാജ്യ മസിഹായെ സ്നേഹിച്ചോരേ ഭാഗ്യം കാതുകളാൽ കേട്ടിട്ടില്ലേ, കണ്ണുകളാൽ കണ്ടിട്ടില്ലേ, ഇല്ലേ കൽപ്പിച്ചിട്ടും. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ പ്രാർത്ഥനയുടെ ശക്തി അപാരമായിരുന്നു. ഉപവാസത്തോടെ ഹൃദയം നുറുങ്ങി കണ്ണീരോടുകൂടിയുള്ള ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വിലയേറിയതായിരുന്നു. രോഗികളും ആലംബഹീനരും അനാഥരും കുട്ടികളില്ലാത്തവരും ആ പ്രാർത്ഥനാ സഹായം അർത്ഥിച്ചെത്തി. അവരെ അനുഗ്രഹിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു.